ഇതുമായി ബന്ധപ്പെട്ട ഒരു വാർത്ത ഇപ്പോൾ മലപ്പുറത്ത് നിന്ന് വരുന്നുണ്ട്. പാണക്കാട്ട് തിരക്കിട്ട കൂടിയാലോചനകൾ നടക്കുന്നു. പി കെ കുഞ്ഞാലിക്കുട്ടിയും PMA സലാമും പാണക്കാട് സാദിഖ് അലി തങ്ങളുടെ വീട്ടിലേക്ക് എത്തിയിരിക്കുന്നു. ലീഗിന് ഒരു കമ്മ്യൂണിക്കേഷൻ ഇതിനോടകം കിട്ടിയിരിക്കുമോ? പാണക്കാട്ട് തിരക്കിട്ട യോഗം എന്ത് സംഭവിക്കുന്നു? അത്യാകാംക്ഷാപൂർവ്വം കാത്തിരിക്കണം. അരുൺ അമൃതനാഥ്, അരുൺ, കുഞ്ഞാലിക്കുട്ടി, അതുപോലെ തന്നെ PMA സലാം എന്നിവർ തങ്ങളുടെ വീട്ടിലേക്ക് എത്തിയിരിക്കുകയാണ്. അവർക്ക് ഈ കാര്യത്തിൽ ഒരു വിവരം കിട്ടിയോ? തിരക്കിട്ട ചർച്ചകളിലേക്ക് കടന്നിരിക്കുന്നു എന്നുള്ളതാണ്. കോൺഗ്രസിന്റെ തീരുമാനം കഴിഞ്ഞ ശേഷം മാത്രം യോഗം എന്നുള്ളതായിരുന്നു നിലപാട്. പി കെ കുഞ്ഞാലിക്കുട്ടിയും PMA സലാമും തങ്ങളുടെ വസതിയിലെത്തിയതാ ഇപ്പോൾ മടങ്ങുകയാണ്. അതിന്റെ ദൃശ്യങ്ങൾ കൂടിയാണ് നമ്മൾ കാണുന്നത്. അത്തരത്തിൽ വലിയൊരു രാഷ്ട്രീയ ആകാംക്ഷ ബാക്കിയാക്കുന്നത് മുസ്ലിം ലീഗ് തന്നെയാണ്. കാരണം മുസ്ലിം ലീഗ് എടുത്ത നിലപാട് കൂടി ചർച്ചയാകുന്ന ദിനമാണ് ഇന്ന് എന്നുള്ളതാണ്. VD സതീശന് വിവിധ തരത്തിൽ സ്വാധീനവും എതിർപ്പുകളും ഒക്കെ വന്നപ്പോഴും ലീഗ് അടിയുറച്ച നിലപാടിൽ തന്നെ നിന്നു എന്നുള്ളതാണ്. VD സതീശനാണ് മുഖ്യമന്ത്രി എന്ന പ്രഖ്യാപനം വരുമ്പോൾ അതിൽ ഏറ്റവും ശ്രദ്ധേയമാകുന്നത് മുസ്ലിം ലീഗ് സ്വീകരിച്ച നിലപാട് തന്നെയാകുമെന്നുള്ളതാണ്. ഇനി മറിച്ച് KC വേണുഗോപാലിന്റെയോ മറ്റോ പേരുകളാണ് ഉയർന്നു വരുന്നതെങ്കിൽ ലീഗ് എന്ത് സ്റ്റാൻഡ് സ്വീകരിക്കുന്നു എന്നുള്ളതായിരിക്കും പ്രധാന ചോദ്യമായി ഉയർന്നു നിൽക്കുന്നത്. ഒരുപക്ഷെ കടുത്ത നിലപാടിലേക്ക് ലീഗ് പോകാനിടയില്ല എന്നുള്ളത് തന്നെയാണ് പൊതുവായുള്ള വിലയിരുത്തൽ. പക്ഷേ അതിനും അപ്പുറത്തേക്ക് ലീഗ് ഒരു അതൃപ്തി പ്രകടമാക്കാനുള്ള സാധ്യത ഒട്ടും തള്ളാനാകില്ല എന്നുള്ളത് തന്നെയാണ്. അത്തരത്തിലൊരു നിലപാട് വന്നാൽ എങ്ങനെയായിരിക്കും ജനവികാരം? അതിനനുസരിച്ചായിരിക്കും ലീഗ് എന്തായാലും നിലപാട് സ്വീകരിക്കുക എന്നുള്ളതാണ്. എന്നാൽ ഈ നിമിഷവും ലീഗിന്റെ നിലപാട് എന്താണ് എന്ന കാര്യത്തിൽ അല്പസമയത്തിനകം വ്യക്തതയുണ്ടാകും. ACCയിൽ നിന്ന് ഒരു വിളി വന്നിട്ടുണ്ട് ലീഗ് നേതൃത്വത്തിന്. അതുകൊണ്ടായിരിക്കും ഇപ്പോൾ യോഗം ചെയ്യുന്നത്. കുഞ്ഞാലിക്കുട്ടിയും PMA സലാമും ഉൾപ്പെടെ പാണക്കാട്ട് തിരക്കിട്ട ചർച്ച നടത്തുന്നു എന്ന് പറയുമ്പോൾ കോൺഗ്രസിന്റെ തീരുമാനം ലീഗിനെ അറിയിച്ചു. അക്കാര്യത്തിലെ ലീഗ് നിലപാട് ഉടൻ വരും അല്ലേ? തീർച്ചയായും ഈ കോൺഗ്രസ് പ്രഖ്യാപനത്തിന് പിന്നാലെ തന്നെ ലീഗിന്റെ സ്റ്റാൻഡ് എന്താണെന്ന് വ്യക്തമാക്കും. അത് തന്നെയാണ് തുടക്കം മുതലേ ലീഗ് അറിയിച്ചത്. ഹൈക്കമാൻഡിന്റെ തീരുമാനം വരട്ടെ, അതിനുശേഷം ഒരു പ്രതികരണം എന്നുള്ളതാണ്.